ഹായ് മക്കിൾസ്, എടാ ഉള്ളത് പറയാലോ. ഇത് നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് ഒരു PDF അങ്ങോട്ട് പുറത്തിറക്കി. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ SLC എക്സാമിന്, പബ്ലിക് എക്സാമിന് ഇനി ഏകദേശം ഒരു മാസത്തിനേക്കാൾ ഒരു ഇത്തിരി കുറഞ്ഞ സമയമുള്ളൂ. ഈ സമയത്ത് വിദ്യാഭ്യാസ വകുപ്പ് ഒരു PDF ഇറക്കിയിട്ട് നമുക്ക് പറഞ്ഞു തരികയാണ്, പൊന്നു മക്കളെ, നിങ്ങൾ ഫിസിക്സിൽ ഈ ഒരു പ്രയോറിറ്റിക്ക് അനുസരിച്ചിട്ടാണ് പഠിക്കേണ്ടത്. ഈ പാഠത്തിനാണ് കൂടുതൽ മാർക്കിന് ചോദ്യം വരിക, ഈ പാഠത്തിനാണ് കുറഞ്ഞ മാർക്കിന് ചോദ്യം വരിക. സോ നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു PDF ആണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ അതിൻ്റെ ഓരോ കാര്യങ്ങളിവിടെ പറയാം. അതിൻ്റെ ഡീറ്റെയിൽഡ് PDF വേണമെന്നുണ്ടെങ്കിൽ എജുപോഡിന്റെ വാട്സ്ആപ്പ് ചാനൽ ഫോളോ ചെയ്യുക. താഴെ കമന്റ് ബോക്സിൽ ഒന്നാമത്തെ കമന്റിൽ ഏറ്റവും താഴെ ഉണ്ടായിരിക്കും എജുപോഡ് വാട്സ്ആപ്പ് ചാനലിന്റെ ലിങ്ക്. സോ എല്ലാവരും നോക്കണം. ഫിസിക്സിൽ നമുക്ക് നോക്കാം. നമുക്ക് എല്ലാവർക്കും അറിയാം 7 പാഠങ്ങളാണ് നമ്മളെ ഫിസിക്സിൽ നമുക്ക് പഠിക്കാനുള്ളത്. ആ 7 പാഠത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്ന പാഠം എന്ന് പറഞ്ഞാൽ സുധ നമുക്ക് ബാക്കിയുള്ള എല്ലാം 6 മാർക്കിനാണ്. കുറവ് മാർക്കിന് നോക്കണമായിരിക്കും കുറച്ചും കൂടി നല്ലത്. 7ാമത്തെ പാഠവും 2ാമത്തെ പാഠവും ലെൻസ്, മെക്കാനിക്കൽ അഡ്വാൻറ്റേജ് ഇൻ ആക്ഷൻ, ലെൻസുകൾ, പിന്നെ യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ. ഈ 2 പാഠം ഒഴിച്ച് ബാക്കി എല്ലാ പാഠത്തിനും 6 മാർക്കിന് ചോദ്യമുണ്ട്. എന്നാൽ ഈ 2 പാഠത്തിന് 5 മാർക്കിനെ ചോദ്യം വരുന്നുള്ളൂ. പക്ഷെ ഇതിൽ എനിക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ദയവേത് എന്ന് കരുതിയിട്ട് നമ്മൾ 2ാമത്തെ പാഠവും 7ാമത്തെ പാഠവും വായിക്കാതെ പോയാൽ പണി കിട്ടും. കാരണം എന്താ, 1 മാർക്കിന്റെ വ്യത്യാസമേ ഉള്ളൂ. ആ 1 മാർക്കിന്റെ വ്യത്യാസം മാത്രം വെച്ചിട്ട് സത്യം പറഞ്ഞാൽ വെയിറ്റേജ് ഫിസിക്സിന്റെ കാര്യത്തിൽ അത്ര വലിയ എന്തല്ല പ്രാവർത്തികമല്ല. ഒരൊറ്റ മാർക്കിന്റെ വെയിറ്റേജ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ ഫിസിക്സിൽ എല്ലാ പാഠവും നല്ല രീതിയിൽ പഠിക്കണം. അവസാനം കുറച്ചും കൂടി അങ്ങനെ പറയാൻ പറ്റൂല, കാരണം ഒരു സിംഗിൾ മാർക്കിനേ ഉള്ളൂ. എന്നാലും കുഴപ്പമില്ല. ഇതാണ് ഫിസിക്സിലെ വെയിറ്റേജ്. ഇനി നമുക്ക് കെമിസ്ട്രി നോക്കാം. മലയാളം അവിടെ ഉണ്ട്. സ്ക്രീൻഷോട്ട് എടുക്കേണ്ട ആൾക്കാർക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. നമുക്ക് അതിന് ഇംഗ്ലീഷ് വെർഷൻ നോക്കാം. എടാ നോക്കണം, എല്ലാ പാഠങ്ങൾക്കും ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ആണ് 7ാമത്തെ പാഠം. സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, വ്യാവസായിക പ്രാധാന്യമുള്ള സംയുക്തങ്ങൾ. പൊന്നുമക്കളെ, ആ പാഠത്തിനാണ് ഏറ്റവും കൂടുതൽ ചോദ്യം മാർക്കിന് ചോദിക്കുക, 7 മാർക്കിന്. പിന്നെ 6 മാർക്കിന് ചോദിക്കുന്ന ചാപ്റ്റർ 3ാം പാഠം, 4ാം പാഠം, 1ാമത്തെ പാഠം. എന്നാൽ കുറഞ്ഞ വെയിറ്റേജ് 5 മാർക്കിന് ചോദിക്കുന്നത് 2ാമത്തെ പാഠം, പിന്നെ 5ാമത്തെ പാഠം, 6ാമത്തെ പാഠം മെറ്റൽസ്. സോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വരുന്ന പാഠം നല്ല രീതിയിൽ നോക്കണം, അതിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ബാക്കിയുള്ള ഞാൻ പറഞ്ഞില്ലേ, അതിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കാതിരിക്കുക എന്നൊന്നും ഞാൻ പറയില്ല. പക്ഷെ ഇതാണ് പ്രയോറിറ്റി ഓർഡർ. ഇതാണ് പ്രയോറിറ്റി ഓർഡർ. ഒരിക്കൽ കൂടി ഞാൻ പറയുന്നു, ഇതൊരിക്കലും എന്തല്ല, ഈ പാഠം നിങ്ങൾ പഠിക്കേണ്ട എന്ന് പറയുന്ന ഒരു സ്കീം ഓഫ് വർക്ക് അല്ല. ഈ പാഠം ഇത്ര മാർക്കിനാണ് ചോദിക്കുക എന്നാണ് പറയുന്നത്. സോ നിങ്ങൾ മനസ്സിലാക്കണം, നല്ല രീതിയിൽ പാഠങ്ങളൊക്കെ പഠിക്കുക. ഇനി നമുക്ക് മാത്സ് നോക്കാം. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. പൊന്നു മാഷെ, മാത്സിൽ എത്രയാ ചാപ്റ്റേഴ്സ്, എത്രയാ സാറേ ചാപ്റ്റേഴ്സ്. ഇവിടെ നോക്ക്, ഇത്രയും ചാപ്റ്റേഴ്സ് ഉണ്ട്. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ചെയ്തതാണ് 8 മാർക്ക്. 8ആണ് ഇതിൽ ഫസ്റ്റ് പ്രൈസിലെ. 8 മാർക്കുള്ള ജോമെട്രി ആൻഡ് അൽജബ്ര, അരിത്തമെറ്റിക് സീക്വൻസ് ആൻഡ് അൽജബ്ര, അതുപോലെ തന്നെ ഏതാടാ ട്രിഗണോമെട്രി. എൻ്റെ പൊന്നുമക്കളെ, ഈ 3 ചാപ്റ്റേഴ്സ്, ജാമിതിയും ബീജഗണിതവും, സമാന്തര ശ്രേണിയും ബീജഗണിതവും, അതുപോലെ ത്രികോണമിതി, ഈ 3 പാഠം 8 മാർക്കിന് ചോദ്യം ഉണ്ടാവും. മാത്സ് പഠിക്കുന്നവർ ആദ്യം എൻ്റെ അഭിപ്രായത്തിൽ ആ പാഠം സെറ്റായിട്ട് പഠിക്കണം. പിന്നെ നമുക്ക് നോക്കാം ഏറ്റവും കുറഞ്ഞ വെയിറ്റേജ് ഉള്ളത്. ബാക്കി അവിടെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്, നമുക്ക് വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. ഏറ്റവും കുറഞ്ഞ മാർക്ക് നോക്കണേതാ, 8ന്റെ പകുതി 4 മാർക്കിന് മാത്രം ചോദിക്കുന്നതാണ് സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസും പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസും, 2ാം കൃതി സമവാക്യങ്ങൾ, ബഹുപദങ്ങളും സമവാക്യങ്ങളും. ഈ 2 പാഠം 4 മാർക്കിന് മാത്രമേ ചോദിക്കുള്ളൂ. സോ ആദ്യം തന്നെ പോയിട്ട് ഈ 2 പാഠം പഠിക്കേണ്ടതാണ് അതിനർത്ഥം. ആദ്യം ഏത് പാഠം പഠിക്കേണ്ടി, 8 മാർക്കിന്റെ പാഠം പഠിക്കുക. പിന്നെ 7, 6, 5, 4 ആ ഒരു ഓർഡറിൽ വരുന്നതായിരിക്കും കുറച്ചും കൂടി സ്മാർട്ട് ആയിട്ടുള്ള വർക്ക്. ഞാൻ വീണ്ടും പറയുന്നേ, ആദ്യം തന്നെ പോയിട്ട് എടുത്താൽ വെറുതെ മോട്ടറായിട്ട് പോയിട്ട് ഏത് പാഠം പഠിക്കരുത്, ഈ 2 പാഠം ഫസ്റ്റ് പോയി പഠിക്കരുത്. ആദ്യം 8 മാർക്കിന്റെ പാഠം പഠിക്കുക, 7 മാർക്കിന്റെ പാഠം പഠിക്കുക. ആ ഒരു രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. അല്ലാതെ ഞാനിപ്പോൾ ഈ പറഞ്ഞ വീഡിയോയിൽ ഈ 2 പാഠം പഠിക്കേണ്ടെന്ന് അർത്ഥമുണ്ടോ? ഒരർത്ഥവും ഇല്ല. എല്ലാ പാഠവും നിങ്ങൾ നോക്കണം, പക്ഷേ പ്രയോറിറ്റി കൊടുക്കണം. പ്രയോറിറ്റി ഈ ഓർഡറിലായിരിക്കണം കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ബയോളജി നോക്കാം. ഇതാണ് നമ്മുടെ ജീവശാസ്ത്രം. സ്ക്രീൻഷോട്ട് എടുക്കേണ്ടവർക്ക് കൊടുക്കാം. ഞാൻ ബയോളജി നോക്കാം. സാറേ ബയോളജി എന്താ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിക്കുന്നത്? പാത്സ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ വഴികൾ. പരിണാമത്തിന്റെ വഴികൾ 8 മാർക്കിനാ ചോദ്യമുള്ളത്. എന്നാൽ ഏറ്റവും കുറഞ്ഞ മാർക്കിന് വരുന്നത് ബയോളജി ആൻഡ് ടെക്നോളജി, ജീവശാസ്ത്രവും സാങ്കേതിക വിദ്യയും. ഇതാണ് ബയോളജിയുടെ ഒരു പ്രയോറിറ്റി. ബാക്കിയുള്ള എൻ്റെ അഭിപ്രായത്തിൽ ഈ പാഠത്തിന് 7 മാർക്കുണ്ട്. 1ാമത്തെ പാഠത്തിൽ 6 മാർക്കിന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്നാൽ അവസാനത്തെ പാഠത്തിൽ 5 മാർക്കാണ്. സോ ബയോളജിന്റെ കേസ് ഞാൻ എന്താ പറയുക, ഈ പാഠം അവസാനം പഠിക്കുക. ആദ്യം 2ാമത്തെ പാഠം എന്തായാലും പഠിച്ചിരിക്കണം. 3, 4, പിന്നെ 5, പിന്നെ 1, പിന്നെ 6. അതായിരിക്കണം ബയോളജിൻ്റെ നമ്മൾ പഠിക്കുന്നതിന് ഓർഡർ. ആ രീതിയിലാണ് നമ്മൾ പഠിക്കേണ്ടത്. മാർക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ സ്മാർട്ടായിട്ട് പഠിക്കണം. ഇനി അടുത്തതാണ് സോഷ്യൽ സയൻസ്. ഹിസ്റ്ററിയും ജോഗ്രഫിയും കൂടി ഒരുമിച്ചാണ് ഞാൻ നോക്കുന്നത്. സോഷ്യൽ, ഹിസ്റ്ററി, ജോഗ്രഫി എല്ലാ ഭാഗവും ഉണ്ട്. മലയാളം എന്താ എല്ലാം ഉണ്ട്. ഞാൻ ഇംഗ്ലീഷ് വെച്ച് പറഞ്ഞുതരാം. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 6 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ട്. ഓക്കെ, 6 മാർക്കാണ് ഏറ്റവും കൂടുതലുള്ളത്. സോ നമുക്ക് നോക്കാം 6 മാർക്കിനുള്ള പാഠങ്ങൾ ഏതൊക്കെ. ഹ്യൂമാനിസം, മാനവികത അല്ലേ, മാനവികത എന്നുള്ള പാഠം 6 മാർക്കിനുണ്ട്.
മാസ് മൂവ്മെന്റ് ഫോർ ഫ്രീഡം ഈ പാഠത്തിന് 6 മാർക്കിനുണ്ട്. പിന്നെ ഡെമോക്രസി ആൻഡ് ഇന്ത്യൻ എക്സ്പീരിയൻസ് 6 മാർക്കിനുണ്ട്. അതുപോലെ തന്നെ വെതർ ആൻഡ് ക്ലൈമറ്റ്, ക്ലൈമറ്റിക് റീജിയൻസ് ആൻഡ് ക്ലൈമറ്റിക് ചേഞ്ച്, അതുപോലെ ഈ 2 മണി ആൻഡ് എക്കോണമി ദ ചേഞ്ചിങ് എർത്ത്, ഈ പാഠങ്ങളൊക്കെയാണ് 6 മാർക്കിനുള്ളത്. അതൊക്കെ ഉണ്ട് കേട്ടോ, അതിൻ്റെ ഭാഗങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. എന്നാൽ അതിനേക്കാൾ നല്ലതിൻ്റെ അഭിപ്രായത്തിൽ സോഷ്യൽ മാർക്ക് കുറഞ്ഞ ഭാഗങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ട് അത് അവസാനത്തേക്ക് മാറ്റി വെക്കുന്നതായിരിക്കും കുറച്ചുകൂടി സ്മാർട്ട് വർക്ക്. നമുക്ക് നോക്കാം. സോഷ്യൽ ഏറ്റവും കുറഞ്ഞതാ 3 മാർക്കിന് നോക്കാം. ഫ്രം ദ റെയിനി ഫോറസ്റ്റ് ടു ദ ലാൻഡ് ഓഫ് എന്താണ് പെർമാഫ്രോസ്റ്റോ, ഓക്കെ, മഴക്കാടുകളിൽ നിന്നും മഞ്ഞുരുകാത്ത നാട്ടിലേക്ക്, ആ ഒരു പാഠമാണ് പൊന്നുമക്കളെ 3 മാർക്കിനുള്ളത്. സോ അത് ആദ്യം പഠിക്കരുത്. ഇനി അടുത്ത പോയിന്റ് എന്താ, നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം, ആ പാഠം ആദ്യം പഠിക്കാൻ നിൽക്കരുത്. പിന്നെ ഏതാ 3 മാർക്കിനുള്ള ചോദ്യങ്ങൾ. പിന്നെ 2 മാർക്കിന് ഇതാ സോഷ്യൽ അനാലിസിസ് ത്രൂ ദ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, 2 മാർക്കിനാണ് വരുന്നത്. ഇതൊന്നും ആദ്യം പോയി പഠിക്കരുത്. സോ ഈ ഒരു ഭാഗം നന്നായിട്ട് സ്ക്രീൻഷോട്ട് എടുക്കുക, അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി PDF താഴെ ചാനലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുക. ഒരിക്കലും മനസ്സിലായി, അല്ലെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്താ, ഇതിൽ പ്രയോറിറ്റി അല്ലെങ്കിൽ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ പഠിക്കാൻ നോക്കുക. ഇതിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് തരുന്ന ആൾക്കാർ ആദ്യം പഠിക്കുക, മാർക്ക് കുറഞ്ഞ ആൾക്കാരെ പിന്നെ ആക്കുക. ആ ഒരു ഓർഡറാണ് നമ്മളിതിൽ ഫോളോ ചെയ്യേണ്ടത്. ഇനി നമുക്ക് അടുത്ത് നോക്കുക അടിസ്ഥാന പാഠാവലി. അടിസ്ഥാന പാഠാവലിയിൽ ഏറെക്കുറെ എല്ലാം കണക്കാണ്. അതുകൊണ്ട് തന്നെ അടിസ്ഥാന പാഠാവലിക്ക് ഞാൻ പറഞ്ഞത് തുല്യ പ്രാധാന്യം തന്നെയാണ്. 1 മാർക്കിൻ്റെ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ അത് എത്ര വലിയ ഒരു സിഗ്നിഫിക്കൻ്റ് ഒന്നുമല്ല. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യ ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കണം. ഇനി അടുത്തൊന്ന് കേരള പാഠാവലി. കേരള പാഠാവലി ഏറെക്കുറെ ഈ അവസാനം ഈ 5ാമത്തെ പാഠം പഠിക്കുക എന്നല്ലാണ്ട് വേറൊരു ഇമ്പോർട്ടൻസ് അതിനില്ല. കാരണം എന്താ, ബാക്കിയുള്ളത് 9, 8 ആണ്, ഇത് 6 ആണ്. സോ അവസാനം ഈ പാഠം പഠിക്കുക എന്ന് മാത്രമേ നമുക്ക് കേരള പാഠാവലിയിൽ പറയാൻ പറ്റൂ. ബാക്കിയുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഏകദേശം ആ രീതി തന്നെ നമ്മൾ പഠിക്കണം. ഇനി അടുത്ത് നോക്കുക ഇംഗ്ലീഷ്. സാർ ഇംഗ്ലീഷിൻ്റെ കേസ് വരികയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത് 15, ഇതാ നമ്മുടെ 1ാമത്തെ യൂണിറ്റാണ്. സോ 1ാമത്തെ യൂണിറ്റ് നന്നായിട്ട് ആദ്യം പഠിക്കുക. 1ാമത്തെ യൂണിറ്റ് നന്നായിട്ട് ആദ്യം പഠിക്കുക. ബാക്കിയുള്ളത് ഏറെക്കുറെ ഞാൻ പറഞ്ഞു 1ാമത്തെ യൂണിറ്റും 5ാമത്തെ യൂണിറ്റും കേട്ടോ. ബാക്കിയുള്ളതൊക്കെ അതിനുശേഷം പഠിക്കുക എന്ന് മാത്രം. അല്ലാതെ ഇന്ന ഭാഗം അവസാനം പഠിക്കാമെന്നോ ഇന്ന പാഠത്തിന് കുറച്ച് പ്രയോറിറ്റി കൊടുത്താൽ മതിയെന്നോ എന്ന് പറയാൻ പറ്റില്ല. ഈ 2 പാഠം ആദ്യം പഠിക്കുക, അതിനുശേഷം ബാക്കി എല്ലാം പഠിക്കുക, അങ്ങനെ നമ്മൾ പറയുള്ളൂ. ഈ 2 പാഠം ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുക. ഇനി അടുത്തത് ഹിന്ദിയാണ്. ഹിന്ദിയിലൊക്കെ നോക്കടാ, എൻ്റെ പൊന്നു മോനെ 12 മാർക്കാണ് ഇതിന്. ഇതേതാണ് 4ാമത് ഉടുത്തി തജ്ദിനോ തർജനിന്നോ, ഓക്കെ, മൈ ഗോഡ്, പാവം ഞാൻ ഹിന്ദി ധീരജ് സാർ കേട്ട് എന്നെ തല്ലും. ഓക്കേടാ, ഇവിടെ നോക്കടാ, ഈ 4ാമത്തെ ക്രമനമ്പറിലുള്ള 4ാമത്തെ ഈ യൂണിറ്റിന് പരമാവധി 12 മാർക്കിന് വരെ വരാം. പരമാവധി 12 മാർക്കിന് വരെ വരാം. സോ ഇത് നന്നായിട്ട് പഠിക്കണം. സാറേ ഇതിൽ ഏറ്റവും പ്രയോറിറ്റി കുറവേതാ, അവസാനത്തെ സാധനം ഓക്കെ, എന്തുവാണ് അത് എനിക്കറിയില്ല സംഭവം എന്താണ്. ആ സംഭവം അവസാനമായിട്ട് നോക്കുക. എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത അതിൻ്റെ അപ്പുറത്തുള്ളതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത കാര്യങ്ങളായിരിക്കാം. എന്താ ഇതിൻ്റെ ഹിന്ദി എനിക്ക് അറിയില്ല. എന്തായാലും ഈ രീതിയിൽ ഹിന്ദി അറിഞ്ഞ ധീരജ് സാർ ഭായിൻ്റെ കാര്യങ്ങളൊക്കെ മൂപ്പര് പറഞ്ഞിട്ടുണ്ടായിരിക്കും. എന്തായാലും ഇതാണ് മൊത്തം ഒരു അവറോൾ അവസ്ഥ. സെറ്റല്ലേ? സോ ഹിന്ദിയിൽ ഇതാണ് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഉള്ളത് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം. ഇനി അടുത്തത് അറബിക്ക്. സാർ അറബിക്കിൽ ഇതാ 10, 5, 6, 7, 8, 6, 5 ഇതാ ഒന്നാമത്തത് ഇതെന്താ ലോയിദൽ അഫ്ലൽ എന്തായാലും ആ സാധനം ഈ 1ാമത്തതാണ് ഏറ്റവും കൂടുതൽ മാർക്കിന് വരുന്നത്. ബാക്കിയൊക്കെ ഏറെക്കുറെ കണക്കാണെന്നാണ് പറഞ്ഞത്. ലാസ്റ്റ് ഉറുദു. എനിക്ക് ഉറുദു വായിക്കാൻ അറിയില്ല, നിങ്ങൾക്ക് നല്ലോണം അറിയണോണ്ട് തന്നെ ഞാൻ വല്ലാണ്ട് അതിൽ തള്ളാൻ നിൽക്കുന്നില്ല. ഇതാണ് ഉറുദുവിൻ്റെ വെയിറ്റേജ്. സോ ഗൈസ് ഇത് ഇങ്ങോട്ട് നോക്കടാ, സംസ്കൃതത്തിൻ്റെ വെയിറ്റേജ് ആണ് 10, 9, 12 മൊത്തം 40 മാർക്കിന്. സോ ഇതൊന്ന് നല്ലോണം നോക്കിയിട്ട് എനിക്ക് ഇങ്ങോട്ട് ആകെ പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഏതാണോ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത്, ഏതാണോ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് പറയണത്, അത് ആദ്യം പഠിക്കുക, അതിന് ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കുക. എന്നിട്ട് മാർക്കിന് അടിസ്ഥാനത്തിൽ നിങ്ങളെ പഠനം ക്രമീകരിക്കുക. അതാണ് സ്മാർട്ട് വർക്ക്. ഒരിക്കലും ഞാനിപ്പോൾ ഇവിടെ പറഞ്ഞ സ്കീം ഓഫ് വർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ പറഞ്ഞ ആ ഒരു മാർക്ക് ഡിസ്ട്രിബ്യൂഷന് ഒരു പാഠം പഠിക്കേണ്ട എന്ന് പറയാനല്ല. എല്ലാ പാഠവും നോക്കണം. പക്ഷേ എങ്ങനെ പഠിക്കണം? മാർക്ക് കൂടുതലുള്ള പാഠം ആദ്യം പഠിക്കണം, മാർക്ക് കുറഞ്ഞ പാഠം പിന്നെ പഠിക്കണം. ഓക്കെ അല്ലേ? ആ രീതിയിൽ പഠിക്കുക. സോ എല്ലാവർക്കും നല്ല രീതിയിൽ എക്സാം എഴുതാൻ കഴിയട്ടെ. എക്സാമിന് മുമ്പായിട്ട് തന്നെ എല്ലാ പാഠഭാഗവും പഠിച്ചു തീരാൻ കഴിയട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ മക്കൾ ഒന്നും കൊണ്ട് പേടിക്കരുത്. നിങ്ങൾ എല്ലാവരും പാസ്സാവും, നല്ല മാർക്കോടെ പാസ്സാവും. നിങ്ങളെ കൂടെ ഞങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സപ്പോർട്ടൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ എജുപോണിൻ്റെ വാട്സപ്പ് ചാനലിലും കമ്മ്യൂണിറ്റിയിലും ഒക്കെ എടുത്തു തരും. സോ അതൊക്കെ വേണ്ട ആൾക്കാർ താഴെ കമ്മ്യൂണിറ്റി എന്ത് ചെയ്യുക, ഫോളോ ചെയ്ത് വെക്കുക. ഓക്കെ അല്ലേ? സോ ഗൈസ് ബൈ.